എല്ലാവർക്കും അഞ്ജലി ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പഴവും ഗോതമ്പ് പൊടിയും അവലും ഒക്കെ വെച്ചിട്ടൊരു അടിപൊളി 4 മണി പലഹാരമാണ്. നോക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ അങ്ങോട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആണോ നല്ല ഹാർഡ് ആണോ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ചപ്പാത്തിക്ക് എങ്ങനെ കുഴക്കുക അതുപോലെ. മാവ് ഇനി അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഫില്ലിങ് നോക്കാം. അതിനായിട്ട് ചെറുപഴം എടുക്കുക. വലിയ പഴങ്ങളൊന്നും എടുക്കരുത്. റോബസ്റ്റ, നേന്ത്രപ്പഴം അതിനെക്കാട്ടും നല്ലത് ചെറുപഴമാണ്. ഞാൻ പാളയംകുടം പഴമാണ് എടുത്തിരിക്കുന്നത്. അതൊരു 6 എണ്ണം. പഴമൊക്കെ വെറുതെ പഴുത്ത് പോകില്ലേ, ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. പിന്നെ അവിൽ എന്ന് പറയുന്നത് വെള്ളവിൽ എടുക്കേണ്ട, അതിനെക്കാട്ടും നല്ലത് ചുമന്ന അവിലാണ്. അപ്പോൾ അത് ഞാൻ 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ബൗളിലേക്ക് അവലിട്ടു. അടുത്ത് എന്താ ഇടേണ്ടത്? പഴം 6 എണ്ണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കണം. അതിന് മുന്നേ നമുക്ക് കുറച്ച് പഞ്ചസാര ആവശ്യമുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കുക. നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തോളൂ കേട്ടോ. കാരണം ഇത് ഫില്ലിങ് വെച്ചിട്ട് മടക്കണ സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഇത് ഉടച്ചു വെച്ചെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോളും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ അധികം അങ്ങോട്ട് എന്താ പറയുക, നിൽക്കാണ്ട് അങ്ങനെ കഷ്ണങ്ങൾ ഇല്ലാണ്ട് അതേപോലെ ഉടച്ചെടുക്കുക പഴത്തിൻ്റെയൊക്കെ ഇങ്ങനെ. ഇനി നമുക്ക് ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. ഉരുളകളാക്കി എടുക്കണം നമ്മൾ ഗോതമ്പ് പൊടി. ഞാൻ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ പൂരിക്ക് കുഴക്കണ പോലെ ഉരുളാക്കണ പോലെ ആക്കി വയ്ക്കുക. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. നമ്മുടെ ഗോതമ്പ് പൊടിയിലാണ് ഡിപ്പ് ചെയ്തിട്ട് ചെറുതാക്കി റൗണ്ട് ചെയ്ത് പരത്തിയെടുക്കുക. ഇതേപോലെ വട്ടം മതി. ഇനി കൂട്ടാനൊന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂട്ടിക്കോളൂ. പക്ഷേ വറുത്തെടുക്കുമ്പോഴേ ഇതാവും സൗകര്യം. എത്ര ചെറുതാക്കണോ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതേപോലെ ഓരോന്നിങ്ങനെ പരത്തി എടുക്കുക. ഇനി നമ്മുടെ ഫില്ലിങ് ഇതിൽ വെച്ചിട്ടൊന്ന് മടക്കുക. സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ഫോക്ക് എടുക്കുക. എന്നിട്ട് സൈഡിലൊക്കെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തു വെച്ചെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഫില്ലിങ് ഉള്ളിൽ തന്നെ ഉണ്ടാവും, പുറത്ത് ചാടില്ല. ഇതുപോലെ ഞാൻ എല്ലാം ആക്കിയെടുത്തു. ഇനി ഞാൻ അപ്പുറത്ത് ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നന്നായി വെട്ടി തിളയ്ക്കുമ്പോൾ ഇതിട്ടിട്ട് മുക്കി പൊരിക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് ഇപ്പോൾ ചൂടായി. ഇനി അതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് പതുക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരെണ്ണം ഇട്ട് കൊടുത്തു, അടുത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ 3 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിടുമ്പോഴേ അത് ഫ്രൈ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് വേണ്ട. 3 എണ്ണം ഓരോ ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഫസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തു. ഇനി പതുക്കെ ഒരു ഭാഗം ആയി കിട്ടട്ടെ. അതിന് ശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും ഈ സംഭവം. അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ മീഡിയം, ഇങ്ങനെ അധികം ഫ്രൈ ആവേണ്ട വെച്ചെങ്കിൽ അതുപോലെ ആക്കി എടുക്കുക. നന്നായിട്ട് ഫ്രൈ ആയിട്ട് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും വേണം വെച്ചെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. കുറച്ചും കൂടി നേരം ഇട്ടാൽ മതി. ഇപ്പോൾ ഒരു സൈഡായി ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഒരു സ്നാക്ക് തന്നെയാണ്. നമ്മുടെ വീട്ടിലിപ്പോൾ കാലത്ത് കുഴച്ച് വെച്ച ഗോതമ്പ് പൊടി ബാക്കിയുണ്ട്, പിന്നെ പഴമുണ്ട് വെച്ചെങ്കിൽ അത് രണ്ടും കൂടി ഇട്ടുണ്ടാക്കാം. ഈ അവിൽ വേണം നിർബന്ധമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ അത് മതിയാവും. അപ്പോൾ മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ഇത് വേണ്ട. അപ്പോൾ ഞാൻ അവിലിട്ടു എന്നുള്ളൂ. പഞ്ചസാരയും അവിലും പഴം കൂടി ആകുമ്പോൾ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വറുത്ത് കോരി. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഒരു 3 എണ്ണം കൂടി ഉണ്ട്, അതും ഇട്ട് കൊടുക്കുക അതിലേക്ക്. നന്നായിട്ട് തന്നെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നല്ല പെട്ടെന്നായി കിട്ടും. സെക്കൻഡ് ട്രിപ്പൊക്കെ പെട്ടെന്നായി കിട്ടും നമ്മുടെ. ഇതൊക്കെ ഒരു നാടൻ പലഹാരത്തിൽ പെട്ട തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഒരേ സ്നാക്ക് കഴിച്ച് നമുക്ക് മടുക്കില്ലേ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് വെറൈറ്റി പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ തോന്നും ഇല്ലേ. അപ്പോൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്തോളൂ കേട്ടോ. പഴമൊക്കെ വെറുതെ പഴുത്ത് പോണ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കോളൂ. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും ഉണ്ടാവുക. നിങ്ങൾ വിചാരിക്കണ പോലെ അയ്യോ പഴവും ഇതൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് മുക്കി പൊരിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ശരി, ഞാൻ പോവാണ്. പുതിയ റെസിപ്പിയായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താണ് പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരിക. താങ്ക്